ഓക്കെ, കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ഡിസിഷനിലെ റിസ്ക് അനലൈസിസ് ആണ്. ഇതിൽ നമ്മൾ ട്രഡീഷണൽ ടെക്നിക്സ് അല്ലെങ്കിൽ ജനറൽ ടെക്നിക്സ് ആണ് ഡിസ്കസ് ചെയ്തത്. അതിൽ ഒന്നാമത്തത് റിസ്ക് അഡ്ജസ്റ്റഡ് ഡിസ്കൗണ്ട് റേറ്റ് നമ്മൾ ഡിസ്കസ് ചെയ്തു. രണ്ടാമത്തെ സെർട്ടിനിറ്റി ഇക്വലൻറ്റ് മെത്തേഡും നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് മോഡേൺ ടെക്നിക്സ് ആണ്. ഇതിനെ നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്കൽ ടെക്നിക്സ് എന്ന് പറയും, ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് എന്ന് പറയും. ഈ ടെക്നിക്സ് എല്ലാം സ്റ്റാറ്റിസ്റ്റിക്കൽ പ്രിൻസിപ്പിളിനെ ബേസ് ചെയ്തുകൊണ്ടുള്ളതാണ്. കമ്പയർ ടു ട്രഡീഷണൽ മെത്തേഡ് അല്ലെങ്കിൽ ജനറൽ മെത്തേഡ് ഇറ്റ് ഈസ് മോർ റിലയബിൾ. ഓക്കെ, ഇതിൽ ഒന്നാമത്തെ ടെക്നിക്കാണ് സ്റ്റാറ്റിസ്റ്റിക്കൽ ടെക്നിക്സിൽ ഫസ്റ്റ് വണ്ണാണ് സെൻസിറ്റിവിറ്റി അനലൈസിസ്. ഇവിടെ ഇതൊരു നോൺ പ്രോബബിളിസ്റ്റിക് അപ്രോച്ചാണ്. ഇവിടെ നമ്മളൊരു പ്രൊജക്റ്റ് അപ്രൈസലിൽ റിസ്ക്കും അൺസർട്ടനിറ്റിയും അലോ ചെയ്യുന്നുണ്ട്. ഇവിടെ പ്രോഫിറ്റബിലിറ്റി മെഷർ ചെയ്യുന്നത് NPV-യോ IRR ഒക്കെ മെഷർ ചെയ്യുന്നത് പ്രോജക്റ്റിലുണ്ടാവുന്ന വ്യത്യസ്ത ഫാക്ടേഴ്സിലുണ്ടാവുന്ന വേരിയേഷൻ എങ്ങനെയാണ്, അതിനനുസരിച്ച് ക്യാഷ് ഇൻഫ്ലോസിലുണ്ടാവുന്ന വേരിയേഷൻ ഇത് മെഷർ ചെയ്തുകൊണ്ടാണ് ഇവിടുത്തെ പ്രോഫിറ്റബിലിറ്റി നമ്മൾ മെഷർ ചെയ്യുന്നത്. സാധാരണഗതിയിൽ ഒരു ക്യാഷ് ഇൻഫ്ലോവിൽ അല്ലെങ്കിൽ NPV നെറ്റ് പ്രസൻറ്റ് വാല്യൂയിൽ ഉണ്ടാകുന്ന വേരിയേഷൻ, അതിനെ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് കോസ്റ്റ് ആയിരിക്കാം. കോസ്റ്റ് നമ്മൾ ഓൾറെഡി എസ്റ്റിമേറ്റ് ചെയ്ത കാര്യത്തിൽ നിന്ന് വേരിയേഷൻ വരാം. അതവിടെ ഒരു റിസ്ക് ഉണ്ട് കോസ്റ്റ് എസ്റ്റിമേഷനിൽ. അതോടൊപ്പം പ്രൈസ് ഓഫ് ദ മെറ്റീരിയൽ, റോ മെറ്റീരിയൽ, അതിൽ വേരിയേഷൻ വരാം. അപ്പം നമ്മൾ ഒന്ന് മെഷർ ചെയ്തു, അതിൽ നിന്ന് വേരിയേഷൻ വരാം. അപ്പോൾ അതൊരു റിസ്ക് ആണ്. ലൈഫ് ഓഫ് ദ പ്രോജക്റ്റ് ലൈഫ് നമ്മൾ കണക്കാക്കിയ ലൈഫ് ആവണമെന്നില്ല വരുന്നത്. അപ്പോൾ പ്രോജക്റ്റ് ലൈഫിൽ വേരിയേഷൻ വരാം. റേറ്റ് ഓഫ് ഇൻഫ്ലേഷൻ, ഇത് എക്സ്റ്റേണൽ ഫാക്ടറാണ് റേറ്റ് ഓഫ് ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ഫാക്ടേഴ്സിൽ ഉണ്ടാകുന്ന വേരിയേഷൻ റിസ്ക് കൂട്ടുന്നുണ്ട്, അല്ലെങ്കിൽ റിസ്കി ആയിട്ടുള്ള ഫാക്ടേഴ്സാണ്. അപ്പോൾ ഈ കാര്യങ്ങൾ അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സെൻസിറ്റിവിറ്റി അനലൈസിസ്, ഈ ടെക്നിക്കിനെ നമ്മൾ വാട്ട് ഇഫ് അനലൈസിസ് എന്നും പറയും. ഇവിടെ ക്യാഷ് ഇൻഫ്ലോസ് ഡിഫറെൻറ്റ് സർക്കംസ്റ്റൻസസിൽ നമ്മൾ 3 സിറ്റുവേഷൻസാണ് അസ്യൂം ചെയ്യുന്നത്. ഒന്നാമത്തത് പെസിമിസ്റ്റിക്, അതായത് ക്യാഷ് ഫ്ലോ ഇൻ നെഗറ്റീവ് കണ്ടീഷൻസ് ഓഫ് ഫ്യൂച്ചറിലെ നെഗറ്റീവ് കണ്ടീഷനിൽ ഉണ്ടാകുന്ന ക്യാഷ് ഇൻഫ്ലോ എത്രയായിരിക്കും, അതിനെ നമ്മൾ പെസിമിസ്റ്റിക് എന്ന് പറയും. രണ്ടാമത്തത് മോസ്റ്റ് ലൈക്ലി ക്യാഷ് ഇൻഫ്ലോ അണ്ടർ നോർമൽ സർക്കംസ്റ്റൻസസ്, സാധാരണഗതിയിൽ നോർമൽ സർക്കംസ്റ്റൻസസിൽ ഉണ്ടാകുന്ന ക്യാഷ് ഇൻഫ്ലോ എത്രയാണ്. ഒപ്റ്റിമിസ്റ്റിക് ക്യാഷ് ഇൻഫ്ലോസ് അണ്ടർ പോസിറ്റീവ് കണ്ടീഷൻ, പോസിറ്റീവും ആവാമല്ലോ, പോസിറ്റീവ് കണ്ടീഷനിൽ ഉണ്ടാകുന്ന ക്യാഷ് ഇൻഫ്ലോ എങ്ങനെയായിരിക്കും. അപ്പോൾ ഇങ്ങനെ പെസിമിസ്റ്റിക്, മോസ്റ്റ് ലൈക്ലി, ഒപ്റ്റിമിസ്റ്റിക്, ഈ 3 രീതിയിലാണ് ക്യാഷ് ഇൻഫ്ലോസിനെ നമ്മൾ അനലൈസ് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു, അതിനുശേഷം നെറ്റ് പ്രസൻറ്റ് വാല്യൂ കാണുന്നു. ഈ 3 സർക്കംസ്റ്റൻസസിലുള്ള നെറ്റ് പ്രസൻറ്റ് വാല്യൂ ഡിസ്കൗണ്ടഡ് റേറ്റിൽ കാണുന്നു. ഇങ്ങനെയാണ് ഇവിടുത്തെ സെൻസിറ്റിവിറ്റി അനലൈസിസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി നമുക്കൊരു പ്രോബ്ലം ചെയ്യാം. ഈ സെൻസിറ്റിവിറ്റി അനലൈസിസ് കൃത്യമായി മനസ്സിലാക്കാൻ വേണ്ടി ഈ പ്രോബ്ലം നമ്മളെ ഹെൽപ്പ് ചെയ്യും. ഓക്കെ, ഇവിടെ ഒരു പ്രോബ്ലം ഉണ്ട്. എ ലിമിറ്റഡ് കമ്പനി വാണ്ട്സ് ടു ഇവാലുവേറ്റ് 2 മ്യൂച്വലി എക്സ്ക്ലൂസീവ് പ്രോജക്റ്റ്. ഒരു കമ്പനിയുടെ കയ്യിൽ 2 മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള പ്രോജക്റ്റുകളുണ്ട്, X and Y. ഈച്ച് പ്രോജക്റ്റ് റിക്വയേഴ്സ് ആൻ ഇൻവെസ്റ്റ്മെൻറ്റ് ഓഫ് 20,000. 2 പ്രോജക്റ്റിനും വേണ്ട ഇൻവെസ്റ്റ്മെൻറ്റ് 20,000 ആണ്. ആനുവൽ ക്യാഷ് ഇൻഫ്ലോസ് അറ്റ് 3 ഡിഫറെൻറ്റ് സെൻസിറ്റീവ് ലെവൽസ് ആർ ഗിവൺ ഫോർ 10 years. 10 വർഷത്തേക്കുള്ള ഡിഫറെൻറ്റ് ലെവൽസിൽ നമ്മൾ പറഞ്ഞ പെസിമിസ്റ്റിക്, മോസ്റ്റ് ലൈക്ലി, ഒപ്റ്റിമിസ്റ്റിക് ലെവൽസിലുള്ള ക്യാഷ് ഇൻഫ്ലോസ് തന്നിട്ടുണ്ട്. കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് 10% ആണ്. ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് 10% ആണ്. യു ആർ റിക്വയർഡ് ടു ഹെൽപ്പ് മാനേജ്മെൻറ്റ് ഇൻ അറൈവിങ് അറ്റ് എ ഡിസിഷൻ. മാനേജ്മെൻറ്റിന് നമ്മൾ പറഞ്ഞു കൊടുക്കണം ഏത് പ്രോജക്റ്റാണ് ബെറ്റർ പ്രോജക്റ്റ് എന്ന് പറയുന്നത്. ത്രൂ സെൻസിറ്റിവിറ്റി അനലൈസിസ് വി ക്യാൻ ഡൺ ദാറ്റ്. അപ്പോൾ നമുക്ക് അതിൻ്റെ സൊല്യൂഷനിലേക്ക് പോവാം. ഓക്കെ, നമ്മുടെ സൊല്യൂഷനിൽ നമ്മൾ 10 ഇയേഴ്സിനാണ് ഇവിടെ ഓരോ പെസിമിസ്റ്റിക് ആയിട്ടും മോസ്റ്റ് ലൈക്ലി ആയിട്ടും ഒപ്റ്റിമിസ്റ്റിക് ആയിട്ടും നമുക്ക് ക്വസ്റ്റ്യനിൽ ഡാറ്റ തന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് 10 ഇയേഴ്സിൽ പെസിമിസ്റ്റിക് സെയിം വാല്യൂ ആണ്, 10 ഇയേഴ്സിലെ മോസ്റ്റ് ലൈക്ലി സെയിം വാല്യൂ ആണ്, ഒപ്റ്റിമിസ്റ്റിക്കും സെയിം വാല്യൂ ആണ്. ഒരേ ക്യാഷ് ഇൻഫ്ലോസ് ആണ് അതിൽ വരുന്നത്. അപ്പോൾ ഡിഫറെൻ്റ് ആണ്. പെസിമിസ്റ്റിക്കിൽ സെയിം ആയിരിക്കും, യുണീക്കായിട്ട് തന്നെയാണ് വരുന്നത്. മോസ്റ്റ് ലൈക്ലി യുണീക്കാണ്,
ഒപ്റ്റിമിസ്റ്റിക്കിലും യുണീക്കായിട്ടാണ് വരുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് അന്യൂറ്റി ടേബിൾ യൂസ് ചെയ്താൽ മതി. ഡിസ്കൗണ്ടിങ് ഫാക്ടർ കാണാം. 1 രൂപയുടെ 10 ഇയേഴ്സിൽ വരുന്ന 10% അന്യൂറ്റി വാല്യൂ എന്ന് പറയുന്നത് ടേബിളിൽ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ബുക്കിൻ്റെ ബാക്കിലുള്ളത് 6.145 ആണ്. അപ്പോൾ ആ വാല്യൂ എടുക്കുക. ഓക്കെ, ദെൻ നമ്മൾ പ്രോജക്റ്റ് എക്സ് എടുക്കുന്നു. പ്രോജക്റ്റ് എക്സിൽ ക്യാഷ് ഇൻഫ്ലോ പെസിമിസ്റ്റിക് 4000 ആണ്. 4000 ഡിസ്കൗണ്ടിങ് ഫാക്ടർ അറ്റ് 10% 6.14. അപ്പോൾ നമുക്ക് പ്രസൻറ്റ് വാല്യൂ എന്ന് പറയുന്നത് 4000 ഇൻറ്റു 6.145 ഈസ് ഈക്വൽ ടു 24,580 എന്ന് കിട്ടും. നമുക്ക് NPV കാണാൻ നമ്മുടെ കോസ്റ്റ് ഇതിൽ നിന്ന് മൈനസ് ചെയ്യണം. കോസ്റ്റ് എന്ന് പറയുന്നത് കോസ്റ്റ് ഓഫ് ദ പ്രോജക്റ്റ് എന്ന് പറയുന്നത് നമ്മൾ ഡാറ്റയിലുണ്ട് 20,000 ആണ്. 20,000 മൈനസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് NPV 4,580 എന്ന് കിട്ടും പെസിമിസ്റ്റിക് സിറ്റുവേഷനിൽ. അതുപോലെ തന്നെ സിമിലർലി മോസ്റ്റ് ലൈക്ലിയും ഓപ്റ്റിമിസ്റ്റിക്കും നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് റെസ്പെക്റ്റീവ്ലി 10,725ഉം 16,870ഉം നെറ്റ് പ്രസൻറ്റ് വാല്യൂ കിട്ടും പ്രോജക്റ്റ് എക്സിൻ്റെ കേസിൽ. ഇതുപോലെ തന്നെയാണ് പ്രോജക്റ്റ് വൈൻ്റെ കേസിലും. പെസിമിസ്റ്റിക് കേസിൽ അവിടെ ക്യാഷ് ഇൻഫ്ലോ തന്നിട്ടില്ല. പെസിമിസ്റ്റിക് ആകുമ്പോൾ ഒരു ക്യാഷ് ഫ്ലോ ഇല്ല. അവിടെ നമ്മുടെ ഡിസ്കൗണ്ടിങ് ഫാക്ടർ 6. അപ്പോൾ നമുക്കവിടെ ഇല്ല, അവിടെ 0 ആണ്. അപ്പോൾ നമ്മുടെ NPV എന്ന് പറയുന്നത് എന്താണ്? NPV എന്ന് പറയുന്നത് -20,000 ആകും. 0 -20,000 എന്ന് പറയുമ്പോൾ -20,000 പറയും. അതുകൊണ്ട് ബ്രാക്കറ്റിൽ ഇട്ടിട്ടുള്ളത്. പിന്നെ മോസ്റ്റ് ലൈക്ലിയുടെ കേസിൽ നമുക്ക് 10,725 എന്ന് കിട്ടും. ഒപ്റ്റിമിസ്റ്റിക്കിൻ്റെ കേസിൽ 41,450 എന്ന് കിട്ടും നെറ്റ് പ്രസൻറ്റ് വാല്യൂ. അപ്പോൾ ഈ പ്രോജക്റ്റ് എക്സും പ്രോജക്റ്റ് വൈയും നമ്മൾ അനലൈസ് ചെയ്തിട്ടുണ്ടെങ്കിൽ, NPVs അനലൈസ് ചെയ്തിട്ടുണ്ടെങ്കിൽ, വൈൻ്റെ കേസിൽ നല്ല ഫ്ലക്ച്വേഷൻ വരുന്നുണ്ട്. ഹൈ റിസ്ക്കിയാണ് പ്രോജക്റ്റ് വൈ എന്ന് പറയുന്നത്. ഹൈ റിസ്ക്കിയാണ്. വേരിയേഷൻ വളരെ NPV കൂടുതൽ. ഒരു കേസിൽ മൈനസ് ആണ്, ബാക്കിയുള്ള 2 കേസിലും കമ്പാരിറ്റീവ്ലി കുറച്ച് കൂടുതലുണ്ട്. പക്ഷെ എന്താണ്, ഹൈ വേരിയേഷനാണ്. ഫസ്റ്റ് കേസിൽ പെസിമിസ്റ്റിക് കേസിൽ എന്താണ്, മൈനസിലാണ് കിടക്കുന്നത്. അതുകൊണ്ട് തന്നെ പ്രോജക്റ്റ് എക്സ് ആണ് ഫാർ ബെറ്റർ ദാൻ പ്രോജക്റ്റ് വൈ. അപ്പോൾ നമുക്ക് മാനേജ്മെൻറ്റിനോട് നമുക്ക് പറയാനുള്ള റിക്വസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സെലക്ട് പ്രോജക്റ്റ് എക്സ്. ഓക്കെ, ഇതാണ് ഇതിൻ്റെ സൊല്യൂഷൻ. ഓക്കെ, നമ്മുടെ സ്റ്റാറ്റിസ്റ്റിക്കൽ ടെക്നിക്സിൽ അല്ലെങ്കിൽ ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സിൽ സെക്കൻഡ് മെത്തേഡാണ് പ്രോബബിലിറ്റി അസൈൻമെൻറ്റ് മെത്തേഡ് എന്ന് പറയുന്നത്. നമ്മൾ ഫസ്റ്റ് മെത്തേഡ് സെൻസിറ്റിവിറ്റി അനലൈസിസ് ആയിരുന്നു. അതൊരു നോൺ പ്രോബബിലിസ്റ്റിക് അപ്രോച്ച് ആയിരുന്നു. ഇവിടെ നമ്മൾ പ്രോബബിലിറ്റി അപ്ലൈ ചെയ്യുന്നുണ്ട്. ഇവിടെ എന്താണ് പ്രോബബിലിറ്റി എന്നുള്ളത് ഞങ്ങൾക്ക് അറിയാം. ഒരു ഇവൻറ്റ് ഫ്യൂച്ചറിൽ നടക്കുകയോ ഇല്ലേ എന്നുള്ളത് പറയാനുള്ള ഒരു സാധ്യതയെയാണ് നമ്മൾ പ്രോബബിലിറ്റി കൊണ്ട് റെഫർ ചെയ്യുന്നത്. ഓക്കെ, വാല്യൂ ഓഫ് പ്രോബബിലിറ്റി ലൈസ് ബിറ്റ്വീൻ 0 and 1. ഇതിൻ്റെ വാല്യൂ കിടക്കുന്നത് 0ക്കും 1നും ഇടയിലായിരിക്കും. വാല്യൂ 0 മീൻസ് ദി ഇവൻറ്റ് വിൽ നോട്ട് ഹാപ്പൻ. 0 ആണെങ്കിൽ സംഗതി നടക്കില്ല. ഇഫ് വാല്യൂ ഇസ് 1 ഇറ്റ് ഇൻഡിക്കേറ്റ്സ് ഇവൻറ്റ് വിൽ ഡെഫിനറ്റ്ലി ഹാപ്പൻ. ഓക്കെ, ഇതാണ് പ്രോബബിലിറ്റി. നിങ്ങൾക്ക് അറിയുന്ന കാര്യം, നിങ്ങൾ മുമ്പ് വേറെ പേപ്പറിൽ പഠിച്ചതാണ്. ഓക്കെ, ഇവിടെ നമ്മൾ എന്താണ് ചെയ്യുന്നത്? അണ്ടർ ദിസ് മെത്തേഡ് ഈ പ്രോബബിലിറ്റീസ് വാല്യൂ ഉണ്ടാവും. ആ വാല്യൂ നമ്മൾ ക്യാഷ് ഇൻഫ്ലോസിൽ അപ്ലൈ ചെയ്തിട്ടാണ് എക്സ്പെക്റ്റഡ് വാല്യൂസ് കണ്ടുപിടിക്കുന്നത്. എക്സ്പെക്റ്റഡ് വാല്യൂസ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? ക്യാഷ് ഇൻഫ്ലോസിൻ്റെ കൂടെ നമ്മുടെ പ്രോബബിലിറ്റി അസൈൻ ചെയ്ത വാല്യൂ മൾട്ടിപ്ലൈ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എക്സ്പെക്റ്റഡ് ക്യാഷ് ഇൻഫ്ലോസിൻ്റെ വാല്യൂ കിട്ടും. നമുക്കൊരു എക്സാമ്പിൾ പറയാം. ഫോർ എക്സാമ്പിൾ, എ ക്യാഷ് ഫ്ലോ ഓഫ് 6,000 ഹാസ് പ്രോബബിലിറ്റി ഓഫ് 0.6. നമ്മൾ പറയുന്നത് 6,000 റുപ്പീസാണ് ക്യാഷ് ഇൻഫ്ലോ എന്ന് പറയുന്നത്. അതിൻ്റെ പ്രോബബിലിറ്റി എന്ന് പറയുന്നത് 0.6 ആണ്. എന്താണ് അതുകൊണ്ട് മീൻ ചെയ്യുന്നത്? ഇറ്റ് ഇൻഡിക്കേറ്റ്സ് ദാറ്റ് ദർ ഈസ് 60% ചാൻസ് ഓഫ് ഗെറ്റിംഗ് ₹6,000. ₹6,000 തിരിച്ച് കിട്ടാനുള്ള ചാൻസ് എന്ന് പറയുന്നത് 60% എന്നതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ക്യാഷ് ഫ്ലോസിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? റെസ്പെക്റ്റീവ് പ്രോബബിലിറ്റീസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എക്സ്പെക്റ്റഡ് വാല്യൂ കിട്ടും. ഓക്കെ, ദെൻ പിന്നെ എന്താ ചെയ്യേണ്ടത്? എക്സ്പെക്റ്റഡ് വാല്യൂസ് ഡിസ്കൗണ്ട് ചെയ്യണം. ഡിസ്കൗണ്ട് ടു കമ്പ്യൂട്ട് പ്രസൻറ്റ് വാല്യൂ. പ്രസൻറ്റ് വാല്യൂ കാണാൻ എന്താണോ നമ്മുടെ റേറ്റ്, ആ റേറ്റിലുള്ള ഡിസ്കൗണ്ട് വാല്യൂ കൊണ്ട് ആദ്യം എന്ത് ചെയ്യണം? എക്സ്പെക്റ്റഡ് വാല്യൂ കാണണം പ്രോബബിലിറ്റി വെച്ചിട്ട്. അത് കഴിഞ്ഞതിന് ശേഷം ഡിസ്കൗണ്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് പ്രസൻറ്റ് വാല്യൂ കിട്ടും. ടോട്ടൽ പ്രസൻറ്റ് വാല്യൂ ഒന്നിച്ച് ആഡ് ചെയ്യുക.
അതിൽ നിന്ന് കോസ്റ്റ് മൈനസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് നെറ്റ് പ്രസൻറ്റ് വാല്യൂ കിട്ടും. അപ്പോൾ നമുക്ക് അതിൽ നിന്ന് ഏറ്റവും ഹയസ്റ്റ് NPV ഉള്ള പ്രോജക്റ്റ് ഏതാണോ അത് നമുക്ക് സെലക്ട് ചെയ്യാം അല്ലെങ്കിൽ അക്സെപ്റ്റ് ചെയ്യാം. ഇതാണ് പ്രോബബിലിറ്റി അസൈൻമെൻറ്റ് മെത്തേഡ് കൊണ്ട് മീൻ ചെയ്യുന്നത്. ഓക്കെ, ഇതൊരു എക്സാമ്പിൾ ചെയ്യുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. ഒരു പ്രോബ്ലം ചെയ്യാം. ഓക്കെ, ഇവിടുത്തെ എക്സാമ്പിൾ, എ കമ്പനി ഈസ് കൺസിഡറിങ് 2 projects P and Q, requires 50,000 ഇൻവെസ്റ്റ്മെൻറ്റ്. അസ്യൂം കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ഈസ് 10%. ഒരു കമ്പനി 2 പ്രോജക്റ്റുകൾ കൺസിഡർ ചെയ്യേണ്ട പിയും ക്യൂയും, അതിന് രണ്ടിനും വേണ്ട ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് 50,000 ആണ്. ആൻഡ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് 10% ആണ്. 10% ആണ് റേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇതിലുള്ള വേറെ ഡാറ്റാസ് തന്നിട്ടുണ്ട്. പ്രോജക്റ്റ് പിയിലെയും ക്യൂയിലെയും 3 ഇയറിലുള്ള ക്യാഷ് ഇൻഫ്ലോസ് ഉണ്ട്. അതിൻ്റെ പ്രോബബിലിറ്റി വാല്യൂസ് അസൈൻഡ് ഉണ്ട്. അതോടൊപ്പം പ്രോജക്റ്റ് ക്യൂവിൻ്റെയും ക്യാഷ് ഇൻഫ്ലോ ഉണ്ട്, പ്രോബബിലിറ്റി വാല്യൂ അസൈൻഡ് ഉണ്ട്. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യണം, ഏത് പ്രോജക്റ്റാണ് ബെറ്റർ എന്നുള്ളത് നമുക്ക് സൊല്യൂഷൻ കണ്ടുപിടിക്കണം. ഈ പ്രോബ്ലം നമ്മൾ സോൾവ് ചെയ്യണം. ഓക്കെ, ഇനി നമുക്കിതിൻ്റെ സൊല്യൂഷനിലേക്ക് വരാം. ഓക്കെ, നമുക്ക് ഫസ്റ്റ് NPV കാൽക്കുലേറ്റ് ചെയ്യണം. NPV കാൽക്കുലേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് മുമ്പ് കുറച്ച് സ്റ്റെപ്പുകളുണ്ട്, നമുക്കറിയാം. ആദ്യം പ്രോബബിലിറ്റി കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തിട്ട് എക്സ്പെക്റ്റഡ് വാല്യൂ കാണണം. എക്സ്പെക്റ്റഡ് വാല്യൂവിനെ അതിൻ്റെ PV ഫാക്ടർ കൊണ്ട് കറസ്പോണ്ടിങ് PV ഫാക്ടർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യണം, അതിൻ്റെ പ്രസൻറ്റ് വാല്യൂ കാണണം. ഓക്കെ, അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഇയറിൽ റുപ്പീസ് ക്യാഷ് ഇൻഫ്ലോ എന്ന് പറയുന്നത് റുപ്പീസ് പ്രോജക്റ്റ് പിയുടെ കാണാൻ നമുക്ക് ആദ്യം, അതിനുശേഷം പ്രോജക്റ്റ് ക്യൂ കാണാം. പ്രോജക്റ്റ് പി ഫസ്റ്റ് ഇയറിൽ 30,000 ആണ്. 30,000 നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള പ്രോബബിലിറ്റി അസൈൻഡ് എന്ന് പറയുന്നത് 0.2 ആണ്. നമ്മൾ ക്യാഷ് ഇൻഫ്ലോനെ എന്ത് ചെയ്യുന്നു, 0.2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ റുപ്പീസ് 6,000 ആണ്. ഈ 6,000-നെ ആ ഇയറിലുള്ള 10% ഡിസ്കൗണ്ടിങ് റേറ്റ് നമ്മൾ 0.909 ആണ്. അപ്പോഴാണ് നമുക്ക് പ്രസൻറ്റ് വാല്യൂ കിട്ടുക. 0.909 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് 5,454 എന്ന് കിട്ടും. ഓക്കെ, സെക്കൻഡ് ഇയറിൽ ഇതുപോലെ നമ്മൾ 70,000 ആണ്, 0.5 ആണ് പ്രോബബിലിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ എക്സ്പെക്റ്റഡ് വാല്യൂ 35,000 ആണ്. അതിൻ്റെ PV ഫാക്ടർ അറ്റ് സെക്കൻഡ് ഇയർ ഓഫ് 10% 8.826 ആണ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, നമുക്ക് 28,910 കിട്ടും. റെസ്പെക്റ്റീവ്ലി തേർഡ് ഇയറിലും നമ്മൾ കാണും. തേർഡ് ഇയറിൽ 1 lakh ആണ് ക്യാഷ് ഇൻഫ്ലോ, 0.3 ആണ്. അപ്പോൾ നമുക്ക് 30,000 എന്ന് കിട്ടും എക്സ്പെക്റ്റഡ് വാല്യൂ. അതിന് PV ഫാക്ടർ 10% 0.75 ആണ് തേർഡ് ഇയറിൻ്റെത്. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് 22,530 എന്ന് കിട്ടും. ഇത് ഒന്നിച്ച് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 56,894 എന്ന് കിട്ടും ടോട്ടൽ പ്രസൻറ്റ് വാല്യൂ. അതിൽ നിന്ന് നമ്മൾ കോസ്റ്റ് മൈനസ് ചെയ്യുന്നു. നമ്മുടെ കോസ്റ്റ് ഓഫ് ദ പ്രോജക്റ്റ് അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് 50,000 ആണ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത്. 50,000 മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് 6,894 എന്ന് കിട്ടും നെറ്റ് പ്രസൻറ്റ് വാല്യൂ. ഇതാണ് നെറ്റ് പ്രസൻറ്റ് വാല്യൂ ഓഫ് പ്രോജക്റ്റ് എക്സ്. അതുപോലെ തന്നെ സിമിലർലി നമ്മൾ പ്രോജക്റ്റ് ക്യൂവിൻ്റെതും കാണുന്നു. ഇതേ പ്രിൻസിപ്പിൾ തന്നെയാണ്, പക്ഷേ പ്രോബബിലിറ്റി വാല്യൂസിൽ വ്യത്യാസമുണ്ട്. അതുകൊണ്ട് തന്നെ എക്സ്പെക്റ്റഡ് വാല്യൂവിൽ വ്യത്യാസം ഉണ്ടാവും. PV ഫാക്ടർ സെയിം തന്നെയാണ് 10%. 3 ഇയറിലും സെയിം തന്നെ. 3 ഇയറിലും ഫസ്റ്റ് പ്രോജക്റ്റിൽ പറഞ്ഞതുപോലെ തന്നെയാണ് 10% തന്നെയാണ് എടുക്കേണ്ടത്. മാറ്റമില്ല. ക്വസ്റ്റ്യനിൽ സെയിം ഫാക്ടറാണ് തന്നിട്ടുള്ളത്, കോസ്റ്റ് ഓഫ് ക്യാപിറ്റലാണ് തന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് PV കിട്ടും. PV ഒന്നിച്ച് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 58,027 എന്ന് കിട്ടും ടോട്ടൽ PV. അതിൽ നിന്ന് നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് മൈനസ് ചെയ്യുന്നു, അല്ലെങ്കിൽ കോസ്റ്റ് മൈനസ് ചെയ്യുന്നു. കോസ്റ്റ് 50,000 ആണ്. മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് നെറ്റ് പ്രസൻറ്റ് വാല്യൂ കിട്ടും 8,027. അപ്പോൾ നമ്മൾ 2 NPVയും കണ്ടു. പ്രോജക്റ്റ് പിയുടേതും കണ്ടു, ക്യൂവിൻ്റെതും കണ്ടു. അപ്പോൾ ഇത് നമുക്ക് ഏതാണ് ഹയസ്റ്റ് NPV എന്ന് പറയുന്നത്? ഹയസ്റ്റ് NPV ഈസ് ക്യൂസ് NPV, പ്രോജക്റ്റ് ക്യൂ. അതുകൊണ്ട് പ്രോജക്റ്റ് ക്യൂ ക്യാൻ ബി സെലക്റ്റഡ്. ഓക്കെ.